പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ വളരെ സ്മാർട്ട് സ്പെൻഡർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്നാ കേൾക്കുന്നത്? ഇതൊക്കെ ആരെങ്കിലും തോന്നുന്നൊക്കെ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ സേ മറ്റൊരു തിയറിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിൽ ഇരിക്കുക, നമ്മൾ ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതും സൈക്കോളജി പഠിച്ചതിന് ശേഷം ഒരു തിയറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് അതെന്റെ ചെയ്യാൻ അച്ഛനും പറയാറുണ്ട് മൊമെന്റ് ജീവിക്കാന്നുള്ളത്. ഇതിപ്പോൾ ഈ രണ്ട് കാര്യം ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ പണമില്ല, പക്ഷെ നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകാനാണ് ആ മൊമെൻറ്റിൽ തോന്നുന്നത്. ഇപ്പോൾ അഹാനയുടെ അമ്മ സിന്ധുകൃഷ്ണ എടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ് അവർ സ്വർണം വിറ്റിട്ട് വരെ യാത്ര പോയിട്ടുണ്ട്. ആ യാത്ര അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, റിജുവിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് നമ്മുടെ മണി ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ലിവ് ഇൻ ദ മൊമെന്റും മണി മാനേജ്മെന്റും ഇതെങ്ങനെയാണ് കോറിലേഷൻ വെക്കുക? ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദറ്റ് എനിക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 5-star ഹോട്ടലിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ വല്ല ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻറ്റ് ഇട്ട് ക്യാമ്പയിൻ ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. ബിക്കോസ് എൻ്റെ ഹോൾ കോൺസെപ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ട്രാവൽ ചെയ്യുന്നത് തന്നെ നമ്മൾ ബേസിക്കലി മൊത്തത്തിൽ നമ്മുടെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് മാറ്റിയെടുക്കാനായിട്ടാണ്. അപ്പോൾ അതേ കംഫർട്ടിൽ തന്നെ ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ കിടക്കുവാണെങ്കിൽ ഞാൻ വീണ്ടും ഐ ഫീൽ നമ്മൾ ഈ കിണറ്റിലെ തവളയല്ലേ, അതേ കോൺസെപ്റ്റിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എന്നെ എങ്ങനെയാണ് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറക്കിയിട്ട് വ്യത്യാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പണ്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് 2012 സെക്കൻഡ് ഷോ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തെ കോളേജിൽ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ സൂപ്പർ ഫാസ്റ്റ് കയറിയിട്ടായിരുന്നു ഞാൻ ട്രിവാൻഡ്രം തൊട്ട് ആലപ്പുഴ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ നിർബന്ധമൊന്നുമില്ല AC കാർ തന്നെ. ലൈക്ക് കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്കും കോളേജ് എക്സ്പീരിയൻസ്, ഞാൻ അഗൈൻ മൂവീസ് ചെയ്യുമ്പോഴത്തേക്കും ആ രീതിയിൽ ജീവിക്കുന്നു. അല്ലാതെ ഇന്നതാണ് അൾട്ടിമേറ്റ്ലി അപ്പൊ ഞാൻ തലയിൽ കൂടെ സ്കാർഫ് ഒക്കെ ഇട്ട് മൂടി ഫുൾ ചുറ്റി കെട്ടിയാണ് നടന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ വെയിലായിരുന്നല്ലോ, അപ്പം വെയിലെന്നും പറഞ്ഞിട്ട് ഞാൻ ഫുൾ മൂടി ഇങ്ങനെ സ്കാർഫ് ഇട്ടാണ് എപ്പോഴും എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് KSRTC പോകുന്നത്. അപ്പം കുറെ ലോങ് ഒക്കെ എനിക്ക് ആൾസോ ട്രാവലിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം പൈസ ഇല്ലെങ്കിൽ എന്താണ്, ഹോസ്റ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വേറെ ഏതാണ് അടുത്ത ട്രിപ്പിന് പോകാൻ പറ്റുന്ന സ്ഥലം നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഒരുമിച്ച് തുടങ്ങിയവരാണല്ലോ ദുൽഖർ സൽമാൻ. അപ്പോൾ അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കഥയുണ്ട്, ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലറുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതുമാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു കോൺഫിഡൻസ്, ദുൽഖർ എന്നൊരു സൗകര്യമുണ്ട് എനിക്ക് പോയി കഥ പറയാൻ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ക്രിയേറ്റ് ആവാറുണ്ടോ? ഇല്ല, ഞാൻ ആ തരത്തിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഒരിക്കലും ഞാനൊരു സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. ബിക്കോസ് നമ്മള് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വളരെ പൊളിയൊരു കഥയായിട്ട് വരികയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എൻ്റെ കരിയറും എൻ്റെ കാര്യങ്ങളും ഓൾസോ നോക്കണം. വിൽ ദിസ് ബെനിഫിറ്റ് മീ, വിൽ ദിസ് നോട്ട് ബെനിഫിറ്റ് മീ? സോ ഐ പേഴ്സണലി എനിക്ക് പൊതുവേ ഐ ട്രൈ നോട്ട് ടു മിക്സ്. ഇപ്പോൾ വർക്കായിട്ട് വെക്കും, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിട്ട് വെക്കും. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിൽ ചെയ്യാതിരിക്കാതെയാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. സോ നമ്മളിപ്പോൾ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ എൻ്റെ ഡയറക്ടർ എന്നെ വഴക്ക് പറഞ്ഞിട്ട് വെക്കാം. കോ ആക്ടേഴ്സ് ആയിട്ട് ചിലപ്പം എന്തെങ്കിലും കാരണം നമ്മൾ അടിയുണ്ടാക്കിയെന്ന് വെച്ചാൽ അത് പക്ഷേ സെറ്റിലുണ്ടായ പ്രശ്നമാണ്. ആ സെറ്റിലെ പ്രശ്നം എനിക്ക് നമ്മൾ സിനിമ കഴിയുമ്പോഴത്തേക്കും അത് വെളിയിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. പേഴ്സണലി എനിക്ക് അവരായിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ സോ ഞാൻ പൊതുവേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ആദ്യ സിനിമ തൊട്ടേ ഈ മൈൻഡാണ്? അത് ഇത് ഇവോൾവ് ആയി വന്നതാണ്, പ്രോബബ്ലി ഇവോൾവ് ചെയ്ത് വന്നതായിരിക്കണം. സോ വർക്ക് ഇസ് വർക്ക്. അതിപ്പോൾ ശ്രീനാഥ് ഞാനാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്തായിരുന്നെങ്കിലും വർക്ക് ഇസ് വർക്ക്, പേഴ്സണൽ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വീടിനകത്ത് പിന്നെ സിനിമ ഇല്ല അങ്ങനല്ല. ഇപ്പം ശ്രീനാഥ് 10 പടങ്ങൾ ചിലപ്പം എഴുതിയേക്കാം. എല്ലാ പടത്തിലും ഞാൻ നായികയാണെന്ന് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അവ ഞാൻ പറഞ്ഞത് വർക്ക് ഇസ് വർക്ക്, റിലേഷൻഷിപ്പ് സെപ്പറേറ്റ്. ഞാൻ അങ്ങനെ സിനിമയെ കാണുന്നതും ഞാൻ ആർട്ടിനെ അങ്ങനെയാണ് കാണുന്നത്. ബിക്കോസ് പലപ്പോഴും ചിലപ്പോൾ എനിക്ക് താല്പര്യം കാണും എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടിനെ കാസ്റ്റ് ചെയ്യാനായിട്ട്. ബട്ട് അവർ ചിലപ്പോൾ ആ റോള് ഫിറ്റ് ആയെന്ന് നിർബന്ധമില്ല. ദേ മൈറ്റ് ബി സം അതർ ആർട്ടിസ്റ്റ് ഹു ആക്ച്വലി മൈറ്റ് പെർഫോം മച്ച് ബെറ്റർ ദൻ ദം. സോ ആ രീതിയിൽ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്സ് വേണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്കിതിങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോയില്ലെങ്കിൽ പണിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരും ഒരു സൗകര്യം ഗോ ടു ഓപ്ഷൻ ആയിട്ട് ഞാൻ ആരും വെച്ചിട്ടില്ല. നമ്മൾ ഈ പുറത്തെ ആക്ടേഴ്സിലേക്ക് ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അപ്പൊ അവരുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്കുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്, അവർക്കുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അതുപോലെ ഞാൻ സംസാരിക്കുന്നതായിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള ഒരാളാണ് ഗൗതമി. ഇപ്പോഴും ശ്രീനാഥിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ടേജ് മലയാളി പ്രതീക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു സാധനം ഇല്ല.
ഇത് എങ്ങനെ അച്ചീവ് ചെയ്ത്? എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഇപ്പൊ ഞങ്ങൾ സെപ്പറേറ്റ് ആണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ വർക്കിൽ രണ്ടുപേരും ഇപ്പോഴും സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാറുണ്ടെന്ന് പറയുന്ന ആ ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, അത് എവിടുന്ന് അച്ചീവ് ചെയ്യുന്നത്? അത് ഐ തിങ്ക് അഗൈൻ സൈക്കോളജി കുറെ ബെനിഫിറ്റ് ചെയ്താണ്. പിന്നെ ഐ തിങ്ക് വീട്ടിലെ അച്ഛനും അമ്മയും ലൈക്ക് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടിട്ടാണല്ലോ വലുതാകുന്നത്. സോ പ്രോബബ്ലി ആ ഒരു ലെവൽ ഓഫ് എന്താണ് സി പൊതുവെ എൻ്റെ വീട്ടിൽ ഒന്നും വലിയ സംഭവമായിട്ട് അങ്ങനെ അവര് ആക്കാറില്ല. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്ത് തെറ്റുണ്ടാക്കി, ശരി അത് കറക്റ്റ് ചെയ്യാന്നുള്ളൊരു പേരൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന്റെ ബേസിസിൽ ഇമോഷണലി അങ്ങനത്തെ ഒന്നുമില്ല. സോ എനിക്ക് വളരെ കുറെ എനിക്ക് ചേച്ചിക്കാണെങ്കിലും ഇമോഷണലി വളരെ ഫ്രീഡം ലൈക്ക് അല്ലെങ്കിലും ലൈഫിലും ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഫ്രീഡം തന്നിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മുടെ മിക്ക കുടുംബക്കാരെല്ലാവരും ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരാണ്. സോ യു ഹാവ് ദ സ്പേസ് ടു ബി ഹൂ യു ആർ. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവർ പറയും വേണോ വേണ്ടയോ എന്തിനാണ്, പക്ഷെ എന്നാലും ഞാനത് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ നീ ചെയ്തോ എന്നുള്ള ഫുൾ സപ്പോർട്ടിലാണ് അവർ നിൽക്കുന്നത്. സോ ആൻഡ് ഓൾസോ ഞാൻ ഒരിക്കലും എന്താണ് ഇപ്പം രണ്ടാൾക്കാരെ തമ്മിൽ ഇഷ്ടമായി, നമ്മൾ ബ്രേക്കപ്പ് ആയി, എപ്പോഴും അടിയുണ്ടായിട്ടാണ് ആവണം അതിപ്പം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിപ്പം വർക്ക് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നമ്മൾ തമ്മിൽ പേഴ്സണലി എന്താണ് ആൾക്കാർക്ക് പല ബിലീഫ്സും കാണും, പല എന്താണ് ഒപ്പീനിയൻസും കാണും. എന്ന് വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബിലീഫിന്റെ ബേസിസിൽ ഇഫ് യു വോണ്ട് ടു എൻഡ് ഇറ്റ്, ഐ ഫീൽ അത് അവിടെ ഈഗോയും നമുക്ക് നമ്മുടെ തന്നെ ഒരു എന്താണ് ഇറ്റ്സ് ജസ്റ്റ് ഐ ഫീൽ യു ഷുഡ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. അതിപ്പം ക്രിറ്റിസിസം ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും യു ഷുഡ് കീപ്പ് എ വെരി ഓപ്പൺ മൈൻഡ്, ബിക്കോസ് ദാറ്റ് വേ എന്താണ് യു ക്യാൻ മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻഷിപ്സ് മോർ ആൻഡ് നോട്ട് ടേക്ക് ദ നെഗറ്റീവ്സ് ടു സീരിയസ്ലി. അതിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി അങ്ങനെ പറയുന്നേക്കുന്നത്, അതായത് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്, അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസം. എനിക്ക് എന്റെ ജീവിതം ഒരു രീതിയിലായിരുന്നു വേണ്ടത്, ശ്രീനാഥിന്റെ രീതിയിലായിരുന്നു വേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് നല്ലത്. നമ്മൾ ചിലപ്പോൾ വേറെ പാർട്ട്നേഴ്സിനെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. സോ ആ രീതിയിൽ ഞങ്ങൾ മ്യൂച്വലി ഡിസിഷൻ എടുത്തു. എന്നാൽ പിന്നെ ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഷേക്കാൻ എടുത്തിട്ട് ഞങ്ങൾ ഓക്കെ ആണ്. സോ ഡയറക്ടോറിയൽ വെഞ്ചർ അതിനൊരു റീസ്റ്റാർട്ട്, അതിനുള്ള ശ്രമങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നുണ്ടോ? അത് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആഗ്രഹം ഞാൻ തന്നെ കഥ എഴുതിയിട്ട് ഞാൻ തന്നെ മുന്നോട്ട് എന്താണ് സ്റ്റോറി എൻ്റെതായിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതിപ്പം എഴുതുന്നത് ഞാനും കൂടെ ആരെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്. ആ കഥ എപ്പോഴെങ്കിലും സിനിമ ആവുമായിരിക്കും. പക്ഷെ ആദ്യം എനിക്കിപ്പോൾ അഭിനയിച്ച് തീർക്കാനായിട്ട് കുറച്ച് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഡയറക്ഷനിലേക്ക് പോകാന്നുള്ളത് നടക്കാൻ എനിക്കറിയത്തില്ല. എല്ലാം ഫ്യൂച്ചറിലെ കാര്യമാണ്, എന്ത് വേണമെങ്കിലും നടക്കാം. സോ ഇപ്പം ഓട്ടിസം എങ്ങനെയാ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി പഠിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പഠനങ്ങളെ വെച്ചിട്ട് ശരിക്കും ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ട് ഒരു കിഡിനെ നോക്കുന്ന ഒരു പാരന്റിനെ കാണുമ്പോൾ ആളുകൾക്ക് പൊതുവിൽ ഉണ്ടാവുന്നത് ഒരു സിമ്പതിയാണ്. അയ്യോ അവരുടെ ജീവിതം, അവരുടെ പോലൊരു ജീവിതം ഭയങ്കര പാടാണ് എന്നുള്ളത്. ഇതിന് നമ്മളെങ്ങനെയാണ് കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് കുറച്ചുകൂടി ഇമോഷണലി അവർക്കൊരു എമ്പതി കൊടുക്കുന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ അടുത്ത് ഞാനൊരു പോസ്റ്റ് വായിച്ചിരുന്നു. ഇപ്പോൾ ഓട്ടിസം ഉള്ളൊരു കുട്ടിയെ പിടിച്ചുകൊണ്ടൊരു അമ്മ നടക്കുമ്പോൾ അമ്മയോട് സംസാരിച്ചതിന് ശേഷം മകനിപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നത് പോലെ ഒരു വിവേകമില്ലായ്മ വേറെ ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ ഇതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അത് അഗൈൻ നമുക്ക് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ സൊസൈറ്റിയിലോ മൊത്തത്തിൽ ഐ തിങ്ക് ഒരു മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടെ അവയർനെസ്, കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൈക്ക് സ്കൂൾ തൊട്ടേ പഠിപ്പിച്ച് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ പിന്നെ ഐ തിങ്ക് മോർ ദൻ സിമ്പത്തി അല്ല ഇവർക്കൊക്കെ ആവശ്യം. ലൈക്ക് സിമ്പത്തി ഇവർക്ക് ഫുൾ ടൈം കിട്ടുന്നുണ്ട്. സോ ഐ തിങ്ക് ദേ വാണ്ട് പീപ്പിൾ ടു സപ്പോർട്ട് ദം. ആൻഡ് അവരുടെ ഇപ്പോഴത്തെ ഒരു ലിവിങ് സിറ്റുവേഷൻ കുറച്ചും കൂടെ ഈസി, അല്ലെങ്കിൽ അവർക്ക് ലൈക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. മെൻ്റൽ ഹെൽത്ത് അസുഖമുള്ള ആൾക്കാർക്ക് മാത്രമല്ല, എസ്പെഷ്യലി അവരുടെ കെയർ ഗിവേഴ്സിന് ആ ഒരു ഇപ്പോൾ സ്കിസോഫ്രീനിയ ഇല്ലെങ്കിൽ അങ്ങനത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും തന്നെ ആ കെയർ ഗിവേഴ്സ് ഇല്ലെങ്കിൽ അവരെ നോക്കുന്ന ആൾക്കാരുടെ മെൻ്റൽ സിറ്റുവേഷൻ, അവരുടെ മാനസികാവസ്ഥ ഭയങ്കര കഷ്ടമാണ്. സോ ഐ തിങ്ക് നമ്മൾ അസുഖമുള്ള ആൾക്കാരെ മാത്രം നോക്കാതെ ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ലുക്ക് അറ്റ് ദ ഫാമിലി മെമ്പേഴ്സ്, സീ ഹൗ യു ക്യാൻ സപ്പോർട്ട് ദം. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവരുടെ ജീവിതം വളരെ എളുപ്പമാക്കുന്നുള്ളത്. സോ ഐ തിങ്ക് ആ രീതിയിൽ ഫോക്കസ് മാറുവാണെങ്കിൽ ഓഫ് കോഴ്സ്